ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം കാണാത്തത് കണ്ടും കേൾക്കാത്തത് കേട്ടും പറയാത്തത് പറഞ്ഞും ഒരു തിരഞ്ഞെടുപ്പ് ദുരന്തം കഴിഞ്ഞു കിട്ടി. പലരും ദുരിതബാധിതരായി. ചിലർക്ക് രക്ഷാസങ്കേതങ്ങളിൽ അഭയം കിട്ടി. മറ്റു ചിലർ പൊങ്ങുതടികളിൽ അള്ളിപ്പിടിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ഇടിവെട്ടേറ്റ് ചിലർക്ക് 8 അടി മൂർഖൻ്റെ കടിയും കിട്ടി. ചില അത്യാസന്ന കാഴ്ചകളുമായി നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആകാംക്ഷയുടെ കാര്യത്തിൽ മുൾമുനയിൽ നിൽക്കുന്നതാണ് കേരളത്തിലെ വീട്ടമ്മമാർക്കിഷ്ടം. അതുകൊണ്ട് തന്നെ മാണിയുടെ രാജ്യവാർത്ത കേൾക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരും ന്യൂസ് ചാനലുകൾക്ക് മുന്നിൽ അണിനിരന്നു. ഒന്ന് വേഗം നടക്കടി, മാണിയുടെ കാര്യം എന്തായോ എന്തോ. കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒരു വിറക് വെട്ടുകാരൻ, അയാൾക്കൊരേ ഒരു മകൾ സുമതി, 19 വയസ്സ്. ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ്. 10 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ 50 ലക്ഷം രൂപ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. 5 കോടി രൂപ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതിന്റെ തലേ ദിവസം കൊണ്ടുപോയി കുറച്ച് പൈസ കൊണ്ടുപോയി കൊടുത്തുള്ളൂ. 5 കോടി ചോദിച്ചപ്പോൾ അസോസിയേഷൻ ആദ്യം കൊണ്ടുപോയി കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. ഇപ്പോഴാണ് മാണിയും മക്കളും ജയിലിൽ പോകുന്നത്. CBI എന്ന ഉമ്മൻചാണ്ടിയും കൂടെ. മാണി സാറ് കേരള രാഷ്ട്രീയത്തിൽ വളരെ സീനിയറായ രാഷ്ട്രീയ നേതാവാണ്. ഞങ്ങളുടെ മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറായ ഒരു മന്ത്രിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹം UDFന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. തമ്മിൽ ഭേദം താങ്കൾ മാണി. അവരും കൊണ്ട് പണം കൊടുക്കും, ബസ്സേക്ക് സ്ഥാനാർത്ഥികളെല്ലാം കൊണ്ട് പണം കൊടുക്കും, മേടിക്കും, വേണ്ടെന്ന് പറയാൻ പറ്റും. അത് ശരിയും തെറ്റും അതിനകത്തില്ല, ശരിയും തെറ്റുമില്ല. അത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിക്കോ പാർട്ടിക്കോ പണം കൊടുക്കുന്നത് ശരിയോ തെറ്റോ അല്ല. ഈ കേരളത്തിൽ പണമുള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പണം. അല്ല, ഈ കേരളത്തിൽ പണമുള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പണം. ഇത് ഒരു സാധാരണ സംഭവമാണ്. അല്ല, ഈ കേരളത്തിൽ പണമുള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പണം. സ്വാഭാവികമായ ഒരു നടപടിയാണ്. അത് ശരിയും തെറ്റും അതിനകത്തില്ല, ശരിയും തെറ്റുമില്ല. അത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിക്കോ പാർട്ടിക്കോ പണം കൊടുക്കുന്നത് ശരിയോ തെറ്റോ പ്രശ്നമില്ല. ലീഗൽ പ്രോസസിംഗിലെ ഒരു നടപടിയാണ്. മാണി മോനെ മാണി, യു ആർ മൈ ലീഡർ മാണി. മാണി മോനെ മാണി, യു ആർ മൈ ലീഡർ മാണി. മാണി മോനെ മാണി, തമ്മിൽ ഭേദം താങ്കൾ മാണി. കോഴയിൽ കുഴഞ്ഞു വീണ മാണി സാർ രാജിവെക്കുമോ? ഒടുവിൽ അത് സംഭവിച്ചു. മാണി സാർ രാജി പുൽകി. അവിടെ സുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. മാണി സാറ്
കേരള രാഷ്ട്രീയത്തിൽ വളരെ സീനിയറായ രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നലെ രാജിവെച്ചു. മോഹം മുഖപടമണിഞ്ഞു, മൗനം തേങ്ങിക്കരഞ്ഞു, ഇന്നെന്റെ നൊമ്പരമെന്നോട് ചൊല്ലി, ആരും അന്യരല്ല, ആരും അന്യരല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്, ചില ശക്തികളുണ്ട്. ജീവിച്ചോട്ടെ, നിങ്ങൾ വാർത്ത സൃഷ്ടിക്കാതെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇത്രയും പ്രായമുള്ള കാരണവരല്ലേ അങ്ങനെ തല്ലാൻ പറ്റുമോ? അങ്ങനെ ചീത്ത പറയാൻ പറ്റുമോ? അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മാനസിക നിലയാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുക. എനിക്ക് മനോവേദന ഉണ്ടെങ്കിലും ഞാൻ അതിനെയൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. എനിക്ക് നീതി ലഭിക്കേണ്ടുന്ന കേന്ദ്രങ്ങളിൽ നിന്നൊന്നും എനിക്ക് നീതി ലഭിച്ചതായിട്ട് എനിക്ക് തോന്നലില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി അന്വേഷിക്കണം എന്നുള്ളതാണ്. അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. UDF പൊതുവെ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ നടക്കുന്നത് മാണിസാറിനും നല്ലതാണ്. കാരണം നിരപരാധിയാണ് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണം തെളിയിച്ചത്. ഒന്നും കൂടി ഉറപ്പുവരുത്താൻ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞങ്ങളൊക്കെ. ഒന്നിനോടും ആർത്തി പാടില്ല, പ്രത്യേകിച്ച് പണത്തിനോട്. 25 ലക്ഷം രൂപ നേരിട്ട് മന്ത്രി കൈക്കൂലി വാങ്ങിച്ചതായി തെളിവുണ്ട് എന്നൊരു കോടതി പറയുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും KM മാണിയായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തെ എല്ലാവർക്കും അറിയാലോ. മാണി സാർ അതിൽ അത്രയോ ഭേദം. ഉമ്മൻചാണ്ടിയും KM മാണിയായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തെ എല്ലാവർക്കും അറിയാലോ. മാണി സാർ അതിൽ അത്രയോ ഭേദം. പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? മാണി രാജിവെച്ച ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ വാർത്താ സമ്മേളനം ശ്രദ്ധേയമാണ്. ആർക്കും എന്തും പറയാമെന്നുണ്ടെങ്കിൽ ഏതായിരുന്നാലും ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അഴിമതി ആര് നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെ ഒരിക്കലും ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അഴിമതി ആക്ഷേപങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ആത്മവിശ്വാസം ഇല്ലാതെയാക്കാനും നിർവീര്യമാക്കാനും നോക്കിയാൽ അതിന് കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല. മാണി ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാണിയോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ നാണം കെട്ട ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ബാർക്കോഴ ശരിയായി അന്വേഷിച്ചാൽ അതിൽ കുടുങ്ങുന്നത് ഇനി ഉമ്മൻചാണ്ടി ആയിരിക്കും എന്നതുകൊണ്ടാണ്. പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് കൈക്കൂലി വാങ്ങിയ ഒരു മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ആ മന്ത്രിസഭ നടത്തിയിരിക്കുന്ന ഹീനമായ ശ്രമത്തിനേറ്റിരിക്കുന്ന കനത്ത തിരിച്ചടിയാണ്. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി, നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. 70 പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ളതല്ലേ. പ്രശാന്തിൽ നിന്നും മാണി സാർ പടിയിറങ്ങുമ്പോൾ പുറത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര കണ്ട് പ്രശാന്തമാകില്ലെന്നാണ് രാഷ്ട്രീയ ദാർശനികന്മാർ വിലയിരുത്തുന്നത്. കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. അത്യാസന്ന നിലയിലായ ഉമ്മച്ചന് ഇലക്ഷൻ ഇടിവെട്ടേറ്റ് കിടന്നപ്പോഴാണ് പാമ്പിന്റെ രണ്ടാമത്തെ കടിയേറ്റത്. കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. ശ്രീ ബാബു പറഞ്ഞതനുസരിച്ചിട്ടാണ് അസോസിയേഷൻ പൈസ കൊടുത്തിട്ടുള്ളതായിട്ടാണ്. ബാബുവിന്റെ നിർദ്ദേശം അനുസരിച്ച് എവിടേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു, ആർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ഓലപ്പാമ്പിനെ കണ്ട് പേടിക്കുന്നവനല്ല ബാബു. 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴും അത് പറഞ്ഞില്ല. അത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഒരു കേസിന് ബലമുണ്ടാക്കാൻ വേണ്ടി
എനിക്ക് നേരിട്ട് പൈസ തന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അതിനു മുമ്പ് എത്രയോ അവസരങ്ങളുണ്ടായി. അത് മാത്രമല്ല, അന്വേഷണം നടന്നല്ലോ. എന്നിട്ട് ഞാൻ തെളിവും കൂടി കൊടുക്കണം. നാണം കെട്ടവനും ആരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ. നിയമാനുസൃതമായ ഒരു അന്വേഷണവും ബാബുവിനെതിരായിട്ട് ഉന്നയിച്ച ആരോപണത്തെ സംബന്ധിച്ച് നടത്താൻ വിജിലൻസ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ബാബുവിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. അദ്ദേഹത്തിനെതിരായി ഫലപ്രദമായ അന്വേഷണം നടത്താനുള്ള നടപടി വിജിലൻസിൻ്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കണം. അതല്ലെങ്കിൽ ഇരട്ടത്താപ്പ് സമീപനമായിട്ട് മാറും. ബാബുവിൻ്റെ ബാർക്കോഴ കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR ഇടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ ഇന്ന് കത്ത് നൽകിയിരിക്കുകയാണ്. പല അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളെ തലയിലുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായത്തായിട്ട് തന്നെ ഇരിക്കട്ടെ. ബാറ് പൂട്ടിയതിനാൽ ഒരുപാട് പാമ്പുകളുടെ ശാപം സർക്കാരിന്റെ തലയ്ക്കു മീതെയുണ്ട്. ഏറട്ടങ്ങനെ മൂച്ചു പിടിച്ചങ്ങേറട്ടങ്ങനെ തോക്കാനിനി നമ്മക്കയ്യോ പാങ്ങില്ലായേ. വയ്യാത്തവർ വിട്ടേ പോണേ, പണിയെടുക്കാൻ മടി വന്നാലോ അവസാന കയ്യാണേ ഇത് ചെയ്യിച്ചില്ലിൽ നാണക്കേട്. മാണിക്ക് ഉണ്ണിയാടൻ എന്ന പോലെ ബാബു സാറിന് പ്രിയപ്പെട്ടവനാണ് സിദ്ദിഖ്. എട്ടും പൊട്ടും തിരിയാത്ത ബാബു സാറിനെതിരെയുള്ള ആരോപണം കേട്ട് സിദ്ദിഖ് വയലന്റായി. എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റി വീഴുമ്പോ ഓർത്തോളൂ, അതൊരു പ്രളയത്തോളം പെരുകും. അഴിമതിക്കെതിരെ ഉള്ള നടപടികളുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലും ഒരു വീഴ്ചയും വരുത്തില്ല. പക്ഷെ അഴിമതിയുടെ പേരിൽ ആളുകളെ വിക്ടിമൈസ് ചെയ്യാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ ആ പരിധിക്കപ്പുറം പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. 5 കോടി രൂപ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതിൻ്റെ തലേ ദിവസം കൊണ്ടുപോയി കുറച്ച് പൈസ കൊണ്ടുപോയി കൊടുത്തുള്ളൂ. ഇപ്പോൾ 5 കോടി ചോദിച്ചപ്പോൾ അസോസിയേഷൻ ആദ്യം കൊണ്ടുപോയി കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. 5 കോടി ചോദിക്കേണ്ടത് 15 ലക്ഷം രൂപ കൊടുത്തപ്പോഴാണ് അന്നത്തെ ക്യാബിനറ്റിൽ വന്നപ്പോൾ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഫയൽ ഞാൻ പഠിച്ചില്ലല്ലോ. 6 കൊടുക്കേണ്ടതിൻ്റെ ഫയൽ എന്തിനാണ് അദ്ദേഹം പഠിക്കേണ്ട കാര്യം? അതിൻ്റെ നിയമവശങ്ങളോ ഫയലോ ഒന്നും അദ്ദേഹം പഠിച്ചില്ലല്ലോ എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ക്യാബിനറ്റിലേക്ക് പോവുകയും അതിൻ്റെ ഇടവേള സമയത്താണ് ബാക്കി 85 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുകയും ബാക്കി പിന്നെ തരാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് അവർ പോകുന്നത്. അത് രാഷ്ട്രീയമാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അതിനകത്ത് വെറും തരം താണ രാഷ്ട്രീയം മാത്രമാണുള്ളത്. ഇനി അവരായി അവരുടെ പാടായി. പണം ഇനി ഉണ്ടാവും. ആ തടിമാന്റെ കൈ പെട്ട എന്റെ ജീവൻ പോവും. ഇവന്റെ ഒക്കെ ജീവനൊരു വിലയില്ലേ? പുറത്ത് ചാടിയതിനേക്കാൾ വലിയ സ്രാവ് അകത്ത് തന്നെയാണുള്ളത്. ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. 1 2 3 നല്ല റിതമിട്ട് കൊടുക്കോ. നാണമെന്ന് പറയുന്നതിന്റെ അല്പമെങ്കിലും മിസ്റ്റർ ഉമ്മൻചാണ്ടിക്ക് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഭീങ്കര അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം
തെറ്റിത്തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഒരു